Welcome to Financial Management. Today we discuss discounted payback method. This method of capital budgeting is used to measure the profitability of a project based upon the inflows and outflows of cash for that project. Under this method, all cash flows related to the project are discounted to their present values using certain discount rate set by the management. The discounted payback method takes into account the time value of money and is therefore an upgraded version of simple payback method. Companies use this method to assess the potential benefit of undertaking a particular business project. So, ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള പേബാക്ക് പീരീഡ് മെത്തേഡ് പോലെ തന്നെയാണ് ഡിസ്കൗണ്ടഡ് പേബാക്ക് മെത്തേഡ്. ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അത് ആ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിൻ്റെ പേര് ഡിസ്കൗണ്ടഡ് പേബാക്ക് മെത്തേഡ് എന്നായത്. The discounted payback method tells companies about the time period in which the initially invested funds to start a project would be recovered by the discounted value of total cash inflow. ആ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട്, ആ ടൈം ഡ്യൂറേഷനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ ക്യാഷ് ഫ്ലോയുടെ ഡിസ്കൗണ്ടഡ് വാല്യൂ, ദാറ്റ് ഈസ് ടൈം വാല്യൂ ഓഫ് മണി അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്നു. അഡീഷണലി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടുവേഴ്സ് ദ പൊട്ടൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ സർട്ടൺ ബിസിനസ് വെഞ്ചർ. ഫോർ എക്സാമ്പിൾ, if a project indicates that the funds or initial investment will never be recovered by the discounted value of related cash inflow, it means the project would not be profitable and company should refrain from investing in it. So ഇവിടെ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ക്യാഷ് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ്. Advantages of discounted payback method. It takes into account the time value of money by deflating the cash flows using cost of capital of the money of the company. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുക്കുന്നത്. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ ക്യാഷ് ഇൻഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ട്രഡീഷണൽ പേ ബാക്ക് മെത്തേഡ് പോലെ തന്നെയാണ് ഈ മെത്തേഡും. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ലിമിറ്റേഷൻ, ബോത്ത് സിമ്പിൾ and discounted payback method do not take into account the full life of the project. The overall benefit and profitability of project cannot be measured under these methods because any cash flow beyond payback period is ignored. പ്രോജക്റ്റിൻ്റെ ടോട്ടൽ ലൈഫ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ മെത്തേഡിൻ്റെ, അതായത് ട്രഡീഷണൽ പേ ബാക്ക് മെത്തേഡ് ആണെങ്കിലും ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ് ആണെങ്കിലും ഈ രണ്ട് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലൈഫ് ഓഫ് പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സോ ദിസ് ഈസ് അബൌട്ട് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ്.